ഓം ശാന്തി 14/1/2025 ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ്: മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ദൃഷ്ടി ശരീരത്തിലേക്ക് പോകരുത്. സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കൂ, ശരീരത്തെ കാണരുത്. ചോദ്യം: ഓരോ ബ്രാഹ്മണ കുട്ടികളും ഏത് 2 കാര്യത്തിനു മേലാണ് വിശേഷിച്ചും ശ്രദ്ധ നൽകേണ്ടത്? ഉത്തരം: പഠനത്തിൽ, ദൈവിക ഗുണങ്ങളിൽ. ചില കുട്ടികളിൽ ക്രോധത്തിൻ്റെ അംശം തന്നെയില്ല. ചിലരാണെങ്കിലോ ക്രോധത്തിലേക്ക് വന്ന് വളരെയധികം വഴക്കുണ്ടാക്കുന്നു. കുട്ടികൾ ചിന്തിക്കണം, നമുക്ക് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് ദേവതയായി മാറണം. ഒരിക്കലും ദേഷ്യത്തോടെ സംസാരിക്കരുത്. ബാബ പറയുന്നു, ഏതെങ്കിലും കുട്ടികളിൽ ക്രോധമുണ്ടെങ്കിൽ അവർ ഭൂതനാഥനും ഭൂതനാഥിനിയുമാണ്. ഇങ്ങനെ ഭൂതങ്ങളെ കൊണ്ട് നടക്കുന്നവരുമായി നിങ്ങൾ സംസാരിക്കുക പോലും ചെയ്യരുത്. ഈ ജ്ഞാനത്തിലൂടെ മാത്രമേ ഒരേയൊരു നിരാകാരനായ ശിവനുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിക്കൂ. ഇതിനെയാണ് ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ ആത്മാക്കളുടെ ആത്മീയ അച്ഛൻ ഒരാളാണ്, പക്ഷേ രൂപം കാണാൻ കഴിയില്ല. എല്ലാത്തിലും വെച്ച് ഏറ്റവും ചെറിയ രൂപമാണ് ആത്മാവിൻ്റേത്. അത് പ്രകൃതത്വം എന്നേ പറയൂ. ബാബയുടെ പേര് ശിവൻ എന്നാണ്. ആ പേര് ഒരിക്കലും മാറുകയില്ല. ശരീരം മാറുമ്പോൾ പേരിന് മാറ്റം വരുന്നു. ബാബ പറയുന്നു, ഞാൻ സദാ നിരാകാരനായ പരമാത്മാവാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ ഈ ശരീരം എടുത്തിരിക്കുകയാണ്. കുട്ടികൾ കരുതുന്നു ഞങ്ങൾ അവകാശികളാണ്. പക്ഷേ ബാബയ്ക്ക് അറിയാം, ഇവർ അവകാശികളല്ല. സ്വയം അവകാശിയാകണമെങ്കിൽ ആദ്യം ഭഗവാനെ തൻ്റെ അവകാശിയാക്കി മാറ്റേണ്ടതായുണ്ട്. ഈ രഹസ്യത്തെ മനസ്സിലാക്കി തരുവാനും ബുദ്ധിമുട്ടാണ്. ഭഗവാനെ തൻ്റെ അവകാശിയാക്കി മാറ്റിയാൽ സമ്പത്തും നൽകേണ്ടതായി വരും. അപ്പോഴാണ് ബാബ അവരെയും തൻ്റെ അവകാശിയാക്കി മാറ്റുന്നത്. സമ്പത്ത് ബാബയ്ക്ക് നൽകുവാൻ സാധാരണക്കാർക്കല്ലാതെ ധനവാന്മാർക്ക് സാധിക്കില്ല. രാധാകൃഷ്ണൻ്റെ യുവാവസ്ഥയാണ് ലക്ഷ്മി നാരായണൻ. അതുകൊണ്ട് ഇവരെ സദോ എന്നേ പറയൂ. രാധാകൃഷ്ണൻ ചെറിയ കുട്ടിയായതുകൊണ്ട് സദോ പ്രധാനമാണ്. ചെറിയ കുട്ടികൾ മഹാത്മാവിന് സമാനമാണ്. ആരെല്ലാമാണോ കൽപ്പം മുമ്പ് ബാബയിൽ നിന്നുമുള്ള സമ്പത്ത് നേടിയത്, അവർ തന്നെ വന്ന് വീണ്ടും നേടുന്നു, ബ്രാഹ്മണനായി തീരുന്നു. ബ്രാഹ്മണരിലും കുറച്ചു കുട്ടികൾ ഉറച്ചവരാണ്. ഒന്നാനമ്മയുടെ കുട്ടികളുമുണ്ട്, രണ്ടാനമ്മയുടെ കുട്ടികളുമുണ്ട്. ഓരോ കുട്ടികളും വിശേഷിച്ച് പഠിപ്പിലും ദൈവിക ഗുണങ്ങളിലും വളരെയധികം ശ്രദ്ധ നൽകണം. പല കുട്ടികളിലും ക്രോധത്തിൻ്റെ അംശം തന്നെയില്ല. ബാബ വന്ന് ആസുരീയ അവഗുണങ്ങളെ ഇല്ലാതാക്കി ദൈവിക ഗുണത്തെ ധാരണ ചെയ്യിക്കുകയാണ്. ബാബ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് തന്നെ ദൈവിക ഗുണത്തെ ധാരണ ചെയ്യിപ്പിച്ച് ദേവതയാക്കുന്നതിനായാണ്. നമ്മൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുകയാണെന്ന് കുട്ടികൾക്കറിയാം. ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ്: ജ്ഞാനത്തെ സ്മരിച്ച് അതീന്ദ്രിയ സുഖത്തിലിരിക്കണം. ആരോടും പരുക്കനായ രീതിയിൽ സംസാരിക്കരുത്. ആരെങ്കിലും ദേഷ്യത്തോടെ സംസാരിക്കുകയാണെങ്കിൽ അവരിൽ നിന്നും അകന്നിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്: ഭഗവാന്റെ അവകാശിയാകുന്നതിനായി ആദ്യം ഭഗവാനെ തൻ്റെ അവകാശിയാക്കി മാറ്റണം. വിവേകശാലികളായി തീർന്ന് തൻ്റെ സർവ്വതും ബാബയ്ക്ക് സമർപ്പിച്ച് മമത്വത്തെ ഇല്ലാതാക്കണം. തൻ്റെ മേൽ താൻ തന്നെ ദയ കാണിക്കണം. വരദാനം: സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ശ്രേഷ്ഠമായ സ്ഥിതിയിലൂടെ സർവ്വാത്മാക്കൾക്കും സാകാശ് നൽകിക്കൊണ്ടിരിക്കുന്ന ബാബയ്ക്ക് സമാനമായ അവ്യക്ത ഫരിസ്തയായി ഭവിക്കൂ. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും സ്വയത്തെ നിരാകാരി ആത്മാവെന്നും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവ്യക്ത ഫരിസ്തയെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ വർദ്ധിച്ച സന്തോഷമുണ്ടാകും. ഫരിസ്ത എന്നാൽ ഉയർന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. ഈ ദേഹത്തിൻ്റെ ലോകത്ത് എന്തുതന്നെ നടക്കുകയാണെങ്കിലും സാക്ഷി സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് എല്ലാ പാർട്ടുകളും നോക്കിക്കാണുകയും സാകാശ് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കൂ. സീറ്റിൽ നിന്നും ഇറങ്ങിയാൽ സാകാശ് നൽകാൻ കഴിയില്ല. ശ്രേഷ്ഠമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വൃത്തിയിലൂടെയും ദൃഷ്ടിയിലൂടെയും സഹയോഗത്തിൻ്റെയും മംഗളത്തിൻ്റെയും സാകാശ് നൽകിക്കൊണ്ടിരിക്കൂ. സങ്കല്പങ്ങൾ മിക്സ് ആവരുത്. അപ്പോൾ മാത്രമേ ഏത് പ്രകാരത്തിലുമുള്ള വായുമണ്ഡലത്തിലും സുരക്ഷിതമായി ഇരുന്നുകൊണ്ട് ബാബയ്ക്ക് സമാനം അവ്യക്ത ഫരിസ്ത ഭവ വരദാനത്തിന് അർഹരാവുകയുള്ളൂ. സ്ലോഗൻ: ഓർമ്മയുടെ ബലത്തിലൂടെ ദുഃഖത്തെ സുഖത്തിലേക്കും അശാന്തിയെ ശാന്തിയിലേക്കും പരിവർത്തനം ചെയ്യൂ. അച്ഛാ, ഓം ശാന്തി.